ഹായ് ഫ്രണ്ട്സ്, 35 വർഷത്തെ സേവനത്തിന് ശേഷം അധ്യാപക ജീവിതത്തിൽ നിന്ന് റിട്ടയർമെൻറ്റിലേക്ക് പ്രവേശിക്കുന്ന എൻ്റെ മൂത്ത സഹോദരൻ ജോസിറ്റ് ജോൺ വെട്ടത്തിൻ്റെ യാത്രയപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഞങ്ങളെ സഹോദരങ്ങളും സുഹൃത്തുക്കളും അധ്യാപകരും ചേർന്നുള്ള ഒരു ഗെറ്റ് ടുഗദറിൻ്റെ വീഡിയോ ആണിത്. ഞാൻ യു.കെയിലാണ്. ഞാനൊരു ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം വിശ്രമത്തിലാണ്. 6 മാസമായി. എന്നെ ഓരോ കാര്യത്തിലും ജോസിക്കായിരുന്നു ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു. വർക്ക് ചെയ്യുന്ന സമയത്ത് ഐ യൂസ് ടു വിസിറ്റ് SMB സ്കൂൾ some 25-30 years ago, and I used to have a tea with all the teachers. I know most of the teachers in that time. ഞങ്ങൾ ഒരുമിച്ച് അവിടെ ചായ കുടിക്കുകയും കിടങ്ങാപ്പിയും പരിപ്പൂടെയൊക്കെ അവിടെ എനിക്ക് തരുവാനും എല്ലാം വിസിറ്റ് ചെയ്യുന്നത്. മാനേജർ സാറൊക്കെ നിങ്ങൾ പണ്ടേ ഫ്രണ്ടായിരുന്നു. അപ്പൊ ജോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് വർക്കിംഗ് പേഴ്സണാണ്, ഒരിക്കലും റെസ്റ്റ് ഇല്ല. അവൻ ലിൻസി ടീച്ചർ എപ്പോഴും പറയും, ചോദിച്ചേട്ടാ ഒന്ന് ജോസിറ്റിനോടൊന്ന് പറയണേ, വല്ലപ്പോഴും ഒന്ന് വീട്ടിൽ ഇരിക്കാനൊന്ന് പറയണേന്ന് പറയും. ഇപ്പം കയ്യെ പിടിച്ചിട്ട് കൊണ്ടുവന്ന് കണ്ടപ്പോൾ ഒരു ചിരി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി ഞാൻ അങ്ങോട്ടും പിടിയല്ല, ഞാൻ പിടി ഇരുത്തുമെന്നാണോ ലിൻസി മെയിൻ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഇനിയെ ജോസിറ്റിന്റെ റിട്ടയർമെന്റ് ലൈഫ് എനിക്കറിയാം. ഓൾറൗണ്ടർ, നമുക്ക് എല്ലാത്ത മേഖലകളില്ല. ഞാൻ പാലായിക്കൂടെ പോയാലും കോട്ടയത്തൂടെ പോയാലും അല്ല ഇനി എറണാകുളത്തോടെ പോയാലും അറിയുന്നവരല്ല ജോസിറ്റ് സാറിന്റെ ചേട്ടനാണോ എന്ന് ചോദിക്കാത്ത വ്യക്തികൾ കുറവാണ്. അല്ലെ ടീച്ചേഴ്സ് എവിടെ പോയാലും പേട്ടയുടെ ഏതെങ്കിലും ഒരു കടയിൽ പോയാലും അന്നേരം എല്ലാവരും തിരിച്ചെടുക്കും. ഇതുപോലെ പ്രശസ്തനായ ഒരു ബ്രദറാകാൻ പറ്റിയിൽ ഐ എം വെരി പ്രൗഡ് ഓഫ് ജോസിറ്റ്. And our family is also very proud of you. Because of you, our family got a big name in the society. We are also mainly from a teaching family and doctor's family. And ഞങ്ങൾ ഒത്തിരി ടീച്ചേഴ്സ് ഞങ്ങളുടെ ഫാമിലിയിലുണ്ട്. എൻ്റെ ഫാദർ ടീച്ചറായിരുന്നു, റിട്ടയർഡാണ്. ഞാൻ ടീച്ചറായിരുന്നു. എൻ്റെ മൈ സിസ്റ്റർ ജോളി ഇതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. ഞങ്ങളുടെ കസിൻസ് എല്ലാം ഡോക്ടേഴ്സാണ്. അപ്പോൾ ഇവരെല്ലാവരും സമൂഹത്തിൽ സേവനം ചെയ്യുക, അതൊരു നല്ല ടീച്ചിങ് പ്രൊഫഷൻ, വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഫഷൻ. വി ആർ ദ ബാക്ക് ബോൺസ് ഓഫ് ദ നേഷൻ. ഇത്രയും റെസ്പെക്ട് കിട്ടുന്ന ഒരു പ്രൊഫഷൻ സമൂഹത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് അച്ഛന്മാരുടെ പ്രൊഫഷൻ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഏറ്റവും കൂടുതൽ നിങ്ങൾക്കാണ് ഈ ഇടവകജനങ്ങളെ നയിക്കാന്നുള്ളത് ഞാൻ ജസ്റ്റൊക്കെ മെൻഷൻ ചെയ്തു. അപ്പം സാറിനെ ഞാൻ തോമസ് സാറ് പ്രത്യേകം ഓർക്കുന്നു. അന്ന് ഞാൻ ഓർക്കുന്നു സാറ് കോഴിക്കോടിന് അവാർഡെല്ലാം മേടിച്ചു കൊടുക്കുമ്പോൾ ജോസിച്ച് ഇവിടെ ട്രൈ ചെയ്യും. തോമസ് സാറിനെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവന്നു. അവസാനം സാറ് കൂടി എത്തി. സാർ ഇപ്പം ഹെഡ്മാസ്റ്ററായിട്ട് ഇരുന്നിട്ട് ഇപ്പം മാനേജറായിട്ടിരിക്കുന്നു. എല്ലാം കൊണ്ട് എല്ലാവർക്കും ഇതുണ്ട്. ഇവിടെയുള്ള വിനോദ് സാറ്, ധ്യാൻ സാർ, ഈ വർഷം റിട്ടയർ ആകുന്ന ജോസിറ്റിൻ്റെ അതർ ഫ്രണ്ട്സ്, ഐ വിഷ് യു all the best for your retirement life. We have some 33 years to remember. പിന്നെ ഈ അവസരത്തിൽ ഞങ്ങളുടെ ഫാമിലിയുടെ പേരിൽ ജോസിറ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ റിട്ടയർമെന്റ് ലൈഫ് എത്രയും ആനന്ദകരമായി തീരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. On behalf of Vettam family, I wish you all the best in your retirement life. Thank you. നന്ദി. പലരുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത്രയും ആത്മബന്ധമാണ് കുടുംബാംഗങ്ങൾ ഓരോരുത്തർ. അടുത്തതായിട്ട് ആശംസ നേർന്ന് സംസാരിക്കുവാനായിട്ട് ജോസിറ്റങ്ങളുടെ ഫാദറിന്റെ ചേട്ടന്റെ മോനാണ് ഡോക്ടർ സണ്ണി ഭട്ട്. അദ്ദേഹത്തെ ആദ്യം തന്നെ പൊന്നാടി അണിയിച്ച് മൊമെന്റോ നൽകി ആദരിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു ആശംസ സംസാരിക്കുന്നതായിരിക്കും. നമ്മൾ ഫുഡ് കൗണ്ടർ ഇപ്പൊ തന്നെ ഓപ്പൺ ആക്കും. നമ്മുടെ ലാസ്റ്റ് ആശംസയാണ്. ഇപ്പൊ തന്നെ എല്ലാവരെയും ജോസിറ്റങ്ങളെ പ്രത്യേകം ഈ മൊമെന്റ് സ്വീകരിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ഡോക്ടർ സണ്ണി ഭട്ട് ജോസിറ്റങ്ങളുടെ ഫാദറിന്റെ ചേട്ടന്റെ മകനാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം. മൊമെന്റോ ജോസിറ്റങ്ങൾക്ക് പ്രകാരം
നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. ഒരു വാക്ക് സംസാരിക്കുവാനായിട്ട് ഡോക്ടർ സന്ദീപ്. ബഹുമാനപ്പെട്ട വ്യക്തികളെ, വെട്ടത്ത് ഫാമിലിയെ പറ്റി ഞങ്ങളുടെ വെട്ടത്ത് ഫാമിലിയുടെ ഏറ്റവും വലിയ അഭിമാനമായ ജ്യോതിസ്ഥാൻ റിട്ടയർ ചെയ്യുന്നു. പക്ഷേ പുള്ളിയുടെ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ എല്ലാ ആശംസകളും നിർവഹിക്കുന്നു. അടുത്തതായിട്ടൊരു നന്ദിയാണ്. നന്ദി പറയുവാനായിട്ട് ജോസ്യങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോസ്യങ്ങളുടെ എന്നും നെടുമ്പുമായി പ്രവർത്തിക്കുന്ന ജോസ്യങ്ങളുടെ ഭാര്യ ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട അച്ഛൻ, സംസാരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകർക്കും, അതുപോലെ ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. നീണ്ട 35 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം ജോസിറ്റർ സർവീസിൽ നിന്ന് വിരമിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങളെ ഇത്രത്തോളം എത്തിച്ച നല്ല ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയട്ടെ. ചെറുപ്പം മുതൽ തന്നെ ജോസഫിന്റെ സ്പോർട്സിനോടുള്ള താല്പര്യം തിരിച്ചറിഞ്ഞ് ഈ രംഗത്തേക്ക് വഴിതിരിച്ചുവിട്ട സ്റ്റാഫിനെയും അമ്മയെയും എല്ലാ പ്രോത്സാഹനവും നൽകി കൂടെ നിന്ന സഹോദരങ്ങളെയും ഈ അവസരത്തിൽ ഏറെ നന്ദിയോടെ ഓർമ്മിക്കുന്നു. ചെറുപ്പം മുതൽ പരിശീലനം നൽകി അത്ലറ്റിക്സിൽ ദേശീയ തലം വരെ എത്തിച്ച എല്ലാ കായിക അധ്യാപകരെയും ഓർക്കുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിച്ചതിന് ഉടൻ തന്നെ SME സ്കൂളിൽ അപ്പോയിൻമെന്റ് നൽകിയ പി കേരളവർമ്മ വലിയ രാജയെയും തുടർന്ന് വന്ന ഓരോ മാനേജർമാരെയും ഒരു കുടുംബം പോലെ കരുതലും സ്നേഹവും പിന്തുണയും പ്രോത്സാഹനവും നൽകി കൂടെ നിന്ന എല്ലാ സഹപ്രവർത്തകരെയും ഏറെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. 3.5 പതിറ്റാണ്ടിലേറെ ഒരു സ്കൂളിൽ തന്നെ ജോലി ചെയ്യുവാൻ സാധിച്ചു എന്നത് ദൈവം ജോസഫിനായി കരുതിവെച്ച ഒരു അനുഗ്രഹമായി കരുതുന്നു. കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കരുതി അവരുടെ കഴിവുകളും ബലഹീനതകളും നന്നായി മനസ്സിലാക്കി ശിക്ഷണവും പ്രോത്സാഹനവും നൽകി വളർത്തി അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ കഠിനാധ്വാനം ചെയ്യുവാൻ സാധിച്ചു എന്നതിൽ ജോസഫിന് അഭിമാനിക്കാം. ഈ കാലയളവിൽ 3 തലമുറയിൽപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുവാനും അവരുടെ സ്നേഹാദരവുകൾ ആസ്വദിക്കുവാനും സാധിക്കുന്നു എന്നത് വലിയൊരു ദൈവാനുഗ്രഹമായി കരുതുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കായിക മേഖലയിലെ വിജയങ്ങൾ കൊണ്ട് മികച്ച ജീവിതം കൈപ്പിടിപ്പിക്കുവാൻ സാധിച്ചു എന്നത് അഭിമാനത്തോടെയും നന്ദിയോടെയും ഓർമ്മിക്കുന്നു. ഇന്ന് ജോസഫിന്റെ ധാരാളം സുഹൃത്തുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നും കരുതലായി സൗഹൃദ തണലൊരുക്കിയ എല്ലാ സുഹൃത്തുക്കളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർമ്മിക്കുന്നു. ഈ ഞായറാഴ്ച ദിവസം പലവിധ തിരക്കുകൾക്കിടയിൽ നിന്ന് ഇവിടെ ഓടിയെത്തിയ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, സിസ്റ്റേഴ്സ് എന്നിവരോടുള്ള നിസ്സീമമായ നന്ദി അറിയിക്കട്ടെ. ഔപചാരികതയുടെ ആവരണമില്ലാതെ സ്നേഹവും കരുതലും പകർന്നു തരുന്ന എല്ലാ ബന്ധുമിത്രാദികൾക്കും നല്ലവരായ നാട്ടുകാർക്കും നന്ദി. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ബന്ധുമിത്രാദികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും മക്കളുടെ എല്ലാ കാര്യങ്ങളും അതീവ ശ്രദ്ധ പുലർത്തി അവരെ നല്ല മനസ്സിലാക്കി വളർത്തുവാൻ ജോസഫ് ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി വേണ്ട പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ സഹായിക്കുന്നവർ വർഷം വരികയാണ്. സാഹിത്യത്തോടെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഈ സേവനം എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരോടുമുള്ള അവഗണന നന്ദി മനസ്സിലാക്കിയിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. യോഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് സംസാരിക്കുവാനായിട്ട് ഞങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ജോസ്യങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്ക് മറുപടി പ്രസംഗത്തിനായിട്ട് ജോസ്യങ്ങളെ ക്ഷണിക്കുന്നു. ിരിക്കുന്ന ഇഷ്ടാദികള്, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ സ്കൂളിലെ അധ്യാപകർ, റിട്ടയർ ചെയ്ത അധ്യാപകർ, സൊസൈറ്റി ലയൺസ് ക്ലബ്ബ് YMCA, അതുപോലെ രാഷ്ട്രീയ പിന്നെ ഇവിടെ എത്തിച്ചേർന്ന സ്നേഹം നിറഞ്ഞ നല്ലവരായ നാട്ടുകാർ, അതുപോലെ പഞ്ചിപ്പാറ ഏരിയയിലുള്ള സ്നേഹം നിറഞ്ഞ നാട്ടുകാർ, കുടുംബാംഗങ്ങളെ, ഞാൻ കൂടുതലായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങൾ എൻ്റെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നതിൽ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് SME സ്കൂളിൽ ഒരു ചെറിയ അധ്യാപകനായി സേവനം അനുഷ്ഠിക്കാനും എല്ലാം
തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി തന്ന എൻ്റെ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ കയറിപ്പം മുതൽ തന്നെ എന്നോടൊപ്പം സഹകരിച്ച പ്യാരി സാറ്, വിനോദ് സാറ്, മനോജ് സാറ്, അതുപോലെ ഗീത ടീച്ചറ്, സിന്ധു ടീച്ചർ, അങ്ങനെ കുറേ അധ്യാപകർ എന്നോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ പ്രായപരിധി നോക്കാതെ തന്നെ എന്നെ ആദ്യം നിയമിച്ച പണിക്കർ സാറ്, അതുപോലെ സരസമ്മ സാറ്, അവരെല്ലാം ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. അതുപോലെ കശീറാശിവിനെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എൻ്റെ ജീവിതകാലം തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്ത, എനിക്ക് ഉന്നതയിൽ എത്തിച്ചേരാൻ സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിന് തീർച്ചയായിട്ടും ഞാൻ നന്ദി പറയുകയാണ്. ഇനി കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് എൻ്റെ കുടുംബമാണ്. എൻ്റെ കുടുംബത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് ഡെൻസിയെയും അതുപോലെ മുത്ത്. എനിക്ക് തീർച്ചയായിട്ടും ഒത്തിരി വിഷമമുണ്ട്. ഇന്ന് 25-ാം തീയതി ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആർമിയിൽ ഇന്ന് MOC ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. 3 മാസത്തെ ട്രെയിനിങ്. മുത്തിന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ഇവിടെ വരണമെന്നും ഇതിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട്, കാരണം ഇന്ത്യക്ക് വേണ്ടി അവർ ഡോക്ടറായിട്ട് ആർമിയിലെ ക്യാപ്റ്റനായിട്ട് ജോലി ചെയ്തതിലും അത് പ്രവർത്തിക്കുന്നതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അത് വട്ടത്തെ കുടുംബത്തിനും തറപ്പയ കുടുംബത്തിനൊക്കെ ഒത്തിരി അഭിമാനമുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ മോൻ കാനഡയിലാണ്. അവനും തീർച്ചയായിട്ടും ഈ എല്ലാ കാര്യങ്ങളും ഓരോ നിമിഷവും എനിക്ക് തോന്നുന്നു 10-15 പ്രാവശ്യം ഉണ്ണി വിളിച്ചു. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുക, എല്ലാ കാര്യങ്ങളും എന്നോടൊപ്പമുള്ള ഉണ്ണിക്ക് പ്രത്യേകിച്ച് നന്ദി ഓർക്കുന്നു. അതുപോലെ ജസ്മിന് ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്, കുഞ്ഞുണ്ണി. അവനാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നയിച്ചത്. അവനും പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ ഏറ്റവും പ്രിയങ്കരന, എൻ്റെ കുടുംബത്തിലെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ കരുത്ത് നൽകുന്നത് വിനോദിയാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സഹോദരനല്ല, എന്നാൽ അതിലുപരി ഏറ്റവും വലിയ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കാണപ്പെട്ട ജീവിതത്തെ പോലെ ഏറ്റവും വലിയ ഫ്രണ്ടാണ്. കൂടുതലായിട്ടൊന്നും ഞാൻ സംസാരിക്കണമെന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജോസ്തങ്ങൾക്ക് പ്രത്യേകം നന്ദി. ഇതോടുകൂടി നമ്മുടെ എല്ലാ ഔദ്യോഗിക ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളൊക്കെ നൽകാനുണ്ടെങ്കിൽ വേദിയിലേക്ക് വരാം. ഇനി ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ഭക്ഷണത്തിൽ പങ്കെടുക്കാം. താങ്ക് യു. Yeah.
സാറുമായിട്ട് വർഷങ്ങൾ മുമ്പേ ഉള്ള പരിചയം. എല്ലാ സ്കൂളുകളുമായി വലിയ ബന്ധമായിരുന്നു. ഇവര് ഏനാടുണ്ടായിരുന്ന പെൻഷനായി ഇപ്പൊ ഇവരുണ്ട്. എല്ലാവരും ഉണ്ട് അല്ലേ? ഇപ്പൊ അച്ഛൻ ഒരു എനിക്ക് പരിചയമുണ്ട്. പോയില്ല അന്വേഷണം പറഞ്ഞു. ആയിക്കോട്ടെ.